Hello everyone, I myself Aishwarya PS. I am going to discuss the topic Michaelis-Menten equation. So what is Michaelis-Menten equation? It is an explanation of the mechanism of enzyme catalyzed reaction. It is first studied in 1930. അതിൻ്റെ അസംഷൻസ് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് എൻസൈമും സബ്സ്ട്രേറ്റും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരു എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാകുന്നത്, അതിൽ നിന്ന് ഫോം ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ റേറ്റ് ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് ആ കോംപ്ലക്സിനോട് തന്നെ പ്രൊപ്പോർഷണൽ ആവുന്നത്. ഇതൊക്കെയാണ് മൈക്കലീസ്-മെന്റൻ കൈനറ്റിക്സ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ രണ്ട് ടേംസ് നമുക്ക് ഫെമിലിയർ ആവണം. എന്താണ് എൻസൈംസ് എന്നും എന്താണ് ആക്റ്റീവ് സൈറ്റ് എന്നും. എൻസൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ആർ ലോങ് ചെയിൻസ് ഓഫ് ബയോളജിക്കൽ പ്രോട്ടീൻസ്. ലിവിങ് ഓർഗാനിസത്തിൽ എന്തെങ്കിലും റിയാക്ഷൻസ് നടക്കുമ്പോൾ ഇവർ കാറ്റലിസ്റ്റുകളായിട്ട് ആക്ട് ചെയ്തിട്ട് ആ റേറ്റ് ഓഫ് റിയാക്ഷനെ ഇൻക്രീസ് ചെയ്യിക്കും വിത്തൗട്ട് അണ്ടർഗോയിങ് എനി ചേഞ്ച് ഇൻ ഇറ്റ് സെൽഫ്. ഇനി ആക്റ്റീവ് സൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോങ് ചെയിൻസ് ഓഫ് എൻസൈംസിൽ ചില റീജിയൻസ് ഉണ്ട്. ആ റീജിയൻസിൽ മാത്രമേ സബ്സ്ട്രേറ്റ് വന്ന് അറ്റാച്ച് ചെയ്യുള്ളൂ. ആ റീജിയനെ പറയുന്ന പേരാണ് ആക്റ്റീവ് സൈറ്റ് എന്ന്. ഇപ്പോൾ ഈ ആക്റ്റീവ് സൈറ്റുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടോ ഒരു ഡബ്ല്യു ഷേപ്ഡാണ് ഈ ആക്റ്റീവ് സൈറ്റ്. അതിനോട് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ളൊരു സബ്സ്ട്രേറ്റ് ആണ് ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. ശരിക്കും ഇതൊരു ലോക്ക് ആൻഡ് കീ മെക്കാനിസം പോലെ, അതായത് ഒരു ലോക്കിൻ്റെ ആ കറക്റ്റ് കീക്ക് മാത്രമേ അത് തുറക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ഈ ആക്റ്റീവ് സൈറ്റിൻ്റെ ഷേപ്പിനോട് കറക്റ്റ് കോംപ്ലിമെൻറ്റ് ചെയ്ത് നിൽക്കുന്ന ആ സബ്സ്ട്രേറ്റിന് മാത്രമേ അവിടെ വന്ന് അറ്റാച്ച് ചെയ്തിട്ട് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി എങ്ങനെയാണ് മൈക്കലീസ്-മെന്റൻ തിയറിയുടെ മെക്കാനിസം? ആദ്യം എൻസൈമും സബ്സ്ട്രേറ്റും കൂടി കമ്പൈൻ ചെയ്തിട്ട് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാവുന്നു. അതിൻ്റെ റേറ്റ് ഓഫ് റിയാക്ഷൻ കോൺസ്റ്റൻ്റ് ആണ് K1 എന്ന് പറയുന്നത്. ഇനി ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആയതുകൊണ്ട് തന്നെ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിനെ ഡീകമ്പോസ് ചെയ്തിട്ട് എൻസൈമും സബ്സ്ട്രേറ്റും ആയിട്ട് മാറാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നതാണ് K ഇൻവേഴ്സ്. ഇനി ഈ എൻസൈമും സബ്സ്ട്രേറ്റിൽ നിന്നും അവർ ഡീകമ്പോസ് ചെയ്തിട്ടാണ് എൻസൈമും പ്രൊഡക്റ്റ് ആവുന്നത്. അപ്പോൾ അതിൻ്റെ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് K2. ഇപ്പോൾ ഇവിടെ ഒരു ഡൗട്ട് വരാം, വൈ ദിസ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഈസ് നോട്ട് കൺവേർട്ടിങ് ഇൻ ടു എൻസൈം പ്രൊഡക്റ്റ് കോംപ്ലക്സ്. അതായത് ശരിക്കും എൻസൈം പ്രൊഡക്റ്റ് കോംപ്ലക്സ് അല്ല ഡീകമ്പോസ് ചെയ്തിട്ട് എൻസൈമും പ്രൊഡക്റ്റ് ആവേണ്ടത്. പക്ഷേ നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ആണ് എൻസൈമും പ്രൊഡക്റ്റായിട്ട് ഡീകമ്പോസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എൻസൈം പ്രൊഡക്റ്റ് കോംപ്ലക്സ് ഉണ്ടാവുന്നില്ലേ എന്നൊരു ഡൗട്ട് വരാം. അതായത് ഇങ്ങനെയുള്ള ഒരു റിയാക്ഷൻസൊക്കെ നമ്മൾ എഴുതുമ്പോൾ അവിടെ എൻസൈം പ്രൊഡക്റ്റ് കോംപ്ലക്സ് ഉണ്ടാവുന്നുണ്ടെങ്കിലും നമുക്ക് ജനറലായിട്ട് എങ്ങനെ എഴുതാം? എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഈസ് ഡീകമ്പോസിങ് ഇൻ ടു എൻസൈം ആൻഡ് പ്രൊഡക്റ്റ് എന്ന് എഴുതാം. അവിടെ എൻസൈം പ്രൊഡക്റ്റ് കോംപ്ലക്സിന് ഇമ്പോർട്ടൻസ് ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഈസ് ഡീകമ്പോസിങ് ഇൻ ടു എൻസൈം പ്ലസ് പ്രൊഡക്റ്റ് എന്ന് എഴുതിയത്. ഇനി നമ്മളിവിടെ K ഇൻവേഴ്സ് K1 K2 എന്നൊക്കെ കണ്ടു. അപ്പോൾ എന്താണ് ഈ K? അതായത് അതാത് റിയാക്ഷൻസിൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്ററാണ് K എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് കാണിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് എൻസൈമും സബ്സ്ട്രേറ്റും കൂടി കമ്പൈൻ ചെയ്തിട്ട് എൻസൈം സബ്സ്ട്രേറ്റ് ഉണ്ടാവുന്നു. ഈ ഒരു റീജിയനിലാണ് അവിടെ റിയാക്ഷൻ നടക്കുന്നത്. അവിടെ നിന്ന് എൻസൈം പ്രൊഡക്റ്റ് കോംപ്ലക്സ് ഉണ്ടാവുന്നു. അത് ക്ലീവേജ് നടന്നിട്ട് എൻസൈമും പ്രൊഡക്റ്റും ഉണ്ടാവുന്നു. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഡിറൈവ് ചെയ്തെടുക്കാൻ നോക്കാം. ആദ്യം എൻസൈമും സബ്സ്ട്രേറ്റും കൂടി കമ്പൈൻ ചെയ്തിട്ട് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. അതിൻ്റെ ഫോർവേഡ് റേറ്റ് ഓഫ് റിയാക്ഷൻ K1ഉം ബാക്ക്വേർഡ് റേറ്റ് ഓഫ് റിയാക്ഷൻ K ഇൻവേഴ്സും. ദെൻ ദിസ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് വിൽ ഡീകമ്പോസ് ആൻഡ് ഫോം എൻസൈം ആൻഡ് പ്രൊഡക്റ്റ്. ദെൻ ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് K2. പിന്നെ രണ്ട് കണ്ടീഷൻസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ലെറ്റ് E0 ബി ദ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് എൻസൈം ആൻഡ് ലെറ്റ് S0 ബി ദ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ്. Then this rate of enzyme catalyzed reaction is K2 into E0 divided by 1 plus K inverse plus K2 by K1 into 1 by S0 എന്ന് പറയാം. ഈ ഒരു ഇക്വേഷനെ പറയുന്ന പേരാണ് മൈക്കലീസ്-മെന്റൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനെ ഷോർട്ടാക്കി എഴുതാം. ദറ്റ് ഈസ് R is equal to K2 into E0 divided by 1 plus Km into 1 by S0. ഈ Km എന്ന് പറയുന്ന ടേം എന്തിനു പകരം വന്നതാണ്? ഈ ഫസ്റ്റ് ഇക്വേഷൻ നമ്മളൊരു ഇത് കണ്ടു,
കെ ഇൻവേഴ്സ് പ്ലസ് K2 ബൈ K1 കണ്ടു. അപ്പോൾ അതിനെ നമ്മൾ KM ആക്കി ഷോർട്ടാക്കി എഴുതി. ഈ KM എന്ന് പറയുന്നത് മൈക്കലീസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഈ സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് ഒന്നും കൂടിയും എങ്ങനെ പ്രോപ്പറായിട്ട് എഴുതാം? R is equal to K2 into E0 into S0 ഡിവൈഡഡ് ബൈ S0 പ്ലസ് KM ആണ്. ഇതെങ്ങനെയാണ് വന്നു വെച്ചാൽ ഈ സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. ദറ്റ് ഈസ് R is equal to K2 into E0 ഡിവൈഡഡ് ബൈ 1 പ്ലസ് KM ബൈ S0 എന്ന് എഴുതാം. KM ഇൻറ്റു 1 ബൈ S0 എന്ന് പറഞ്ഞാൽ KM ബൈ S0. അത് നമുക്ക് വീണ്ടും എങ്ങനെ എഴുതാം? R is equal to K2 into E0 ഡിവൈഡഡ് ബൈ S0 പ്ലസ് KM ബൈ S0 ഇങ്ങനെ എഴുതി. ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതി. അപ്പോൾ ഈ ഇതിനെ റെസിപ്രോക്കൽ ചെയ്യുമ്പോൾ നമുക്ക് ഈ S0നെ മുകളിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ R is equal to K2 into E0 into S0 ഡിവൈഡഡ് ബൈ S0 പ്ലസ് KM എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടും. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള റിസൾട്ട്സ് ഒക്കെ അസ്യൂം ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് റിസൾട്ട്സ് നോക്കാം. ആദ്യം നമ്മൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റിനെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചു. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഈ S0 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്, KM കോൺസ്റ്റൻ്റ് ആണ്, K2 കോൺസ്റ്റൻ്റ്. അപ്പോൾ ഈ ഒരു ടേം മൊത്തം കോൺസ്റ്റൻ്റ് ആയിട്ട് പോയി. അതുപോലെ K2 കോൺസ്റ്റൻ്റ്, S0 നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി എടുത്തു. അപ്പോൾ ഇവിടെ ബാക്കി എന്തുണ്ട്? E0 മാത്രമുണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് ഫോർ എ ഗിവൺ കോൺസെൻട്രേഷൻ, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ്, rate of enzyme catalyzed reaction is directly proportional to initial concentration of enzyme എന്ന് പറയാൻ പറ്റും. ഇനി സെക്കൻഡ് കണ്ടീഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ S0 ഈസ് വെരി വെരി ലോവർ ദാൻ മൈക്കലേസ് കോൺസ്റ്റൻറ്റ് KM. അപ്പോൾ S0നെ ഭയങ്കര ചെറുതായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? S0നെ നെഗ്ലക്റ്റ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. ബാക്കി എന്തുണ്ട്? R is equal to K2 ബൈ KM ഇൻറ്റു E0 ഇൻറ്റു S0 ഉണ്ട്. മുകളിൽ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് ഈ S0നെ നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റാത്തത്. ഇനി നമുക്ക് ഇതിൽ തന്നെ വേറൊരു കണ്ടീഷനും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതായത് E0നെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചു. അപ്പോൾ ഈ ഒരു ടേംസ് മൊത്തം കോൺസ്റ്റൻ്റ് ആയിട്ട് പോയി. ബാക്കി എന്തുണ്ട്? R is equal to S0 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇഫ് S0 ഈസ് വെരി വെരി ലോവർ ദാൻ മൈക്കലീസ് കോൺസ്റ്റൻറ്റ് ആൻഡ് E0 ഈസ് കോൺസ്റ്റൻറ്റ്, then we can say that rate of enzyme catalyzed reaction is directly proportional to initial concentration of substrate എന്ന് പറയാം. ഇനി നമ്മൾ തേർഡ് ഇക്വേഷൻ നോക്കുകയാണ്. തേർഡ് റിസൾട്ട് E0നെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചു. നമുക്ക് ഇക്വേഷൻ ഒന്നും കൂടി എഴുതാം. R is equal to K2 into E0 into S0 ഡിവൈഡഡ് ബൈ KM പ്ലസ് S0. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ അതിൽ നമ്മൾ E0നെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചു. അതുപോലെ KMനേക്കാട്ടിലും വളരെ വളരെ ഹൈ ആണ് S0. ഇങ്ങനെ ഒരു കണ്ടീഷനും കൂടി നമ്മൾ വെച്ചു. അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്ത പോലെ KM ചെറുതാണ്, അപ്പം തന്നെ നമുക്ക് അവിടെ ഇല്ല, നെഗ്ലക്റ്റ് ചെയ്ത് കളയാം. അതായത് അവിടെ ഇല്ല എന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ ഒരു S0 എന്നൊരു ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അടിയിലൊരു S0 ഉണ്ട്, മുകളിലൊരു S0 ഉണ്ട്. സോ നമുക്ക് ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ ബാക്കി എന്തുണ്ടാവും? R is equal to K2 ബൈ KM ഇൻറ്റു S0 ഈ ഒരു ടേം ഉണ്ടാവും. അപ്പോൾ ഇതെന്ന് പറയുന്നത് മാക്സിമം റേറ്റ് ഓഫ് റിയാക്ഷൻ ആണ്. എന്തുകൊണ്ടാണ് മാക്സിമം എന്ന് പറയുന്നത്? ഇവിടെ നമ്മൾ പറഞ്ഞു സബ്സ്ട്രേറ്റിൻ്റെ എമൗണ്ട് ഭയങ്കര ഹൈ ആണെന്ന് പറഞ്ഞു. അപ്പോൾ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആണെന്ന് പറഞ്ഞു. സബ്സ്ട്രേറ്റ് ഹൈ ആണെങ്കിൽ അവിടെ അതിനനുസരിച്ച് ആക്റ്റീവ് സൈറ്റും ഉണ്ടാവും. അപ്പോൾ സബ്സ്ട്രേറ്റിനെ അവിടെ ചെന്ന് കമ്പൈൻ ചെയ്തിട്ട് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാവും. അതിൽ നിന്ന് നമുക്ക് ഹൈ എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റും ഉണ്ടാവും. അപ്പോൾ അവിടുത്തെ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. സോ R max, അതായത് റേറ്റ് ഓഫ് എൻസൈം കാറ്റലൈസ് റിയാക്ഷൻ മാക്സിമം ആവും. സോ R max is equal to നമുക്ക് എന്ത് എഴുതാം? K2 ബൈ KM ഇൻറ്റു E0 എന്ന് എഴുതാം. ഇതൊക്കെയാണ് നമ്മൾ മൈക്കലീസ് മെൻറ്റൻ ഇക്വേഷൻ അത് ഡിറൈവ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന റിസൾട്ട്സ്. Hope you all clear. I am concluding my seminar. Thank you.